മക്കളെ അത് കിട്ടൂല. എന്ത് ആരോ ഇരട്ടി വില കൊടുത്ത് മേടിച്ചോളാന്ന് അവരെ വിളിച്ചു പറഞ്ഞെന്ന്. ആര്? ആ എന്നാലും ഇത് വല്ലാതെ ചതിയായി പോയല്ലോ അമ്മ. ഇതിന്റെ ഇടയിൽ ആരിതിങ്ങനെ ചെയ്ത്? അത് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചിരുന്നേല്ലേ. ഏതവനാണെങ്കിലും ആണായാലും പെണ്ണായാലും അവൻ ഒരു കാലത്തും ഗതി പിടിക്കൂല. ഹലോ, ആ സംഗതി കിട്ടി. ഇല്ല, ആരും അറിഞ്ഞിട്ടില്ല, ആരറിയേയില്ല. ശരി ശരി ശരി. മുത്തോട്ടാ, എന്തോന്ന് കയ്യിൽ? എന്തോന്ന്? ഒന്ന് ഫോണ്. അല്ല മറ്റേ കയ്യില്? മറ്റേ തക്കപ്പത്തക്കോ എന്താന്ന്? തത്തക്കപ്പിത്തക്കല്ല, അത് ശീമച്ചക്ക. കയ്യിൽ എന്തോന്ന്? കയ്യിൽ തന്നെ ശീമച്ചക്ക. കാണിച്ചാണ്. അതാ ശീമച്ചക്ക. ശീമച്ചക്ക എങ്ങനെയാ പട്ടില് പൊന്നി വെച്ചിരിക്കണേ? എങ്ങനെ വേണമെങ്കിലും പൊതിയാലോ. ഇല കിട്ടാത്തോണ്ട് പട്ടിൽ പൊന്നി. പിന്നെ ഈ ശീമച്ചക്ക മസാല ഇട്ട് ചിക്കൻ കറി വെക്കും പോലെ കറി വെക്കണം. ഭയങ്കര ടേസ്റ്റാണ്, സൂപ്പറാണ്. എനിക്കത് പച്ചോളാൻ വയ്യ, ഞാൻ പോയിട്ട് വരട്ടെ, സമയമില്ല. ശീമച്ചക്ക എന്തോ കള്ളത്തരമുണ്ട്. കൊച്ചമ്മ. ഓ കൊച്ചമ്മ വരംപിരിശാൻ. ഭഗവാനെ, ഇനി എന്റെ കൊച്ചമ്മ വെറുതെ ഇരുന്നാ മതി, സമ്പത്ത് വന്ന് കുഞ്ഞു കൂടും. എടാ, സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞു കൂടുമെങ്കിലേ ഇങ്ങനെ എന്തിനാ ഇത് വിറ്റത്? കാശിന് വല്ല ആവശ്യം കാണും. കാശിന് വല്ല ആവശ്യം കാണും കൊച്ചമ്മ. ഇങ്ങനെ വിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഈശ്വരാ ഭഗവാനെ. ഫോൺ എവിടെ പോന്ന്? ഫോണെന്ന്. ഫോണാ? ഹലോ, അതെ, സുഹാസിനിയാ. ഓ എന്റെ പൊന്ന് സാറേ, നിങ്ങളെ വിളിച്ച് വിളിച്ച് ഞാൻ മടുത്തു. എനിക്ക് മതിയായി, അതുകൊണ്ടാണ് വിളിക്കാത്തത്. എത്ര നാളായി 3 ലക്ഷം രൂപ തരാനില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതിന്റെ പലിശയും കൂടി ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോ എത്ര രൂപയായിരുന്നു എന്റെ ബാങ്കില്? ഉള്ളതെങ്കിലും ഇനി കിട്ടട്ടെ സാറേ. അയ്യോ, ഇന്നോ? അയ്യോ, താങ്ക് യു സാർ. ഞാനേ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഇപ്പോഴയക്കാം കേട്ടോ. ഓ വലിയ സന്തോഷം. അത് ഇച്ചിരി കാശിന് ആവശ്യമുള്ള സമയമായിരുന്നു. താങ്ക് യു, താങ്ക് യു. അയ്യോ എന്തു കൊച്ചമ്മ? എടാ മുത്തു, ചുമ്മാതല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ കിട്ടാതെ കിടന്ന 3 ലക്ഷം രൂപ അതാ ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ വരും. കണ്ടാ, ശംഖ് വന്നതിന്റെ ഐശ്വര്യം കണ്ടാ. ഇനി അങ്ങോട്ട് സമ്പത്ത് വരാൻ പോവല്ലേ. ഇപ്പൊ വിശ്വാസമായല്ലോ കൊച്ചമ്മക്ക്. ശരാ ഭഗവാനെ, മഹാലക്ഷ്മി ഭഗവാനെ. എന്തോന്ന് ഇവിടെ? എന്തോന്ന്? അത് ശംഖ്, വലംപിരി ശംഖ്. ശങ്കാണെന്ന് മനസ്സിലായി. അയ്യോ, ഈ ശങ്കല്ലേ ഞാൻ വാങ്ങിക്കാൻ വേണ്ടിയിരുന്നത്. വാങ്ങിക്കാൻ വേണ്ടി ഇരുന്നെന്നാ? എന്തോ? ആ, ഞാനും എന്റെ അമ്മയും വാങ്ങാൻ വേണ്ടിയിരുന്ന ശങ്ക ഇത്. എവിടെ ഇരുന്നതല്ലേ ഉള്ളൂ, വാങ്ങിച്ചില്ലല്ലോ. അത് തന്നെ. എന്നാലും ഞാനും എന്റെ അമ്മയും വാങ്ങാൻ വേണ്ടി വെച്ചിരുന്ന ശങ്കായിരുന്നു. ഓ, അമ്മ വാങ്ങിച്ചല്ലേ അത്? ഞാൻ എത്ര കാലമായിട്ട് പറയുന്നത്, നീ അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ കൊച്ചമ്മ എന്നെ പറയുന്നത്, അതാണ് വാങ്ങിച്ചത്. പൂജ മുറി വെക്കാൻ എനിക്ക് ഒരു വലംപിരി ശംഖ് വേണമെന്ന് 2 കൊല്ലമായിട്ട് എന്നോട് പറഞ്ഞു. എനിക്കും ഉണ്ടായിരുന്നു ആഗ്രഹം. അല്ല, സുരഭി ഇവിടെ തന്നെയാണല്ലോ താമസിക്കുന്നത്, രണ്ടും ഇവിടെ തന്നെയാണല്ലോ വരുന്നത്, ഇല്ലേ കൊച്ചമ്മ? അത് തന്നെ. അയ്യോ, അതങ്ങനെയല്ല. അമ്മയുടെ നാളും പേരല്ലേ അതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ പൂജിച്ച് വാങ്ങിച്ചതാണ് ഈ ശംഖ്. അപ്പൊ അമ്മയ്ക്ക് ഗുണം ഉണ്ടാവും, എനിക്കെങ്ങനെ ഗുണം ഉണ്ടാവണേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വീട്ടിലാണ് ബന്ധോ സ്വന്തം ഒന്നും വിലയില്ലേ? ദൈവമേ ഭഗവാനെ, ഞാനേ ഇതൊന്ന് കൊണ്ടുപോയി പൂജ മുറി കൊണ്ടുവയ്ക്കണം കൊച്ചമ്മ. എന്റെ വലംപിരി ദേവാ ഭഗവാനെ. ഞാൻ പിടിക്കണോ അമ്മ? വേണ്ട, എല്ലാരും തുടർന്ന്. എന്റെ അമ്മേ കൃഷ്ണാ ഗുരുവായൂരപ്പ. ഐശ്വര്യം വരട്ടെ എന്റെ പൊന്നെ. മുത്തുവണ്ണ, സത്യം പറ. എന്താണ് സത്യം? അമ്മയെടുത്ത് പറഞ്ഞു കൊടുത്തത് മുത്തുവണ്ണനല്ലേ ഞാൻ ആ ശംഖ് വാങ്ങിക്കാൻ പോണ കാര്യം? അയ്യോ, എന്റെ അമ്മയുടെ ഞങ്ങളല്ല. കൊള്ളം പറയരുത്. ഞാൻ വേറെ കാര്യം പറയട്ടെ. കൊച്ചമ്മ എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞതാണ്. അല്ല, എനിക്ക് ഇങ്ങനെ സുരഭി ശംഖ് വാങ്ങിക്കുന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അറിഞ്ഞൂടായിരുന്നു? സത്യമായിട്ടും ഇല്ല, അറിഞ്ഞൂടാ. കൊള്ളം പറയരുത്. അമ്മേനെ അറിഞ്ഞൂടാ? സത്യം പറ. അറിഞ്ഞൂടാ. സത്യമായിട്ടും? അറിഞ്ഞൂടാ. സത്യമായിട്ടും? എന്തോ കൊച്ചമ്മ?